ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് വേരിയന്റ്. ഈ ഗ്രാൻഡ് വിറ്റാരയിൽ ഞാൻ ഏകദേശം 75,000 രൂപ വെർത്തായിട്ടുള്ള ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് നമ്മുടെ ചാനലിൽ ഗ്രാൻഡ് വിറ്റാരയുടെ വീഡിയോ ഇട്ട സമയത്ത് കൂടുതൽ ആളുകൾ കമന്റ് ചെയ്ത് ചോദിച്ചതും ഈ ആക്സസറീസ് എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്, എവിടെ നിന്നെല്ലാമാണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് അതിന്റെ പ്രൈസ് എന്നായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, അത് എവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ 2026 മോഡൽ ഗ്രാൻഡ് വിറ്റാരയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. ഞാൻ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസ് നിങ്ങൾ സിഗ്മ എടുത്താലും ഡെൽറ്റ എടുത്താലും ഡെൽറ്റ പ്ലസ് എടുത്താലും സീറ്റ് എടുത്താലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ് ആണ് ഞാൻ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്കിന് ഒരു ചേഞ്ച് കിട്ടാനും അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ വെട്ടം കുറവാണ് ശരിക്കും നൈറ്റിലെ ഹെഡ്ലൈറ്റിന്. ആ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈ ഫോഗ് ലാമ്പ് ആക്സസറിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഷോറൂമിൽ നിന്നാണ് ചെയ്തത്. 7,500 രൂപ അടുത്താണ് അതിൻ്റെ കോസ്റ്റ് വന്നത്. അത് നമ്മൾ ബ്രസയിലും നമ്മുടെ ഫ്രോങ്സിലൊക്കെ കാണുന്ന സെയിം LED ഫോഗ് ലൈറ്റുകൾ തന്നെയാണ്. അതിൻ്റെ ഔട്ടർ കവറിങ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ വിസിബിലിറ്റി കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെട്ടം ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫോഗ് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഫ്രണ്ടിലെ DRL മങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ DRL മാത്രം ഇട്ടാലും അത്യാവശ്യം നമുക്ക് വെട്ടം കിട്ടും. അതിൽ DRL ഓഫ് ചെയ്ത് ഫോഗ് ലാമ്പ് ഇട്ടാലും അത്യാവശ്യം ബ്രൈറ്റ് ആണ്. ഇനി ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉള്ളൊരു സംഭവം നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന 60 വാട്ടിൻ്റെ ഒരു ഹാലജൻ ബൾബുകളാണ്. അത് LED ചേഞ്ച് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ LED ചേഞ്ച് ചെയ്താൽ വാറണ്ടിയിലൊന്നും പ്രശ്നം വരില്ല എന്നാണ് ഷോറൂമിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ്. പിന്നെ ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോം ഫിനിഷ് എല്ലാം ഞാൻ ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്കൊരു ലുക്കായിട്ട് തോന്നിയില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ലാത്തതുകൊണ്ട് ഞാനത് പൊളിച്ചു കളഞ്ഞ് പഴയ ലുക്കിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ആക്സസറി മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് ചെയ്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ടോപ്പ് എൻഡിൽ കിട്ടുന്ന സെയിം അലോയ്സ് ആണ് പർച്ചേസ് ചെയ്തത്. എക്സ്റ്റേണൽ അലോയ്സ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം പുറത്തുനിന്ന് അലോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ പറ്റി അലോയ്സ് ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാനോ ആ ഒരു പീസ് വാങ്ങാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇതാകുമ്പോൾ ഷോറൂമിൽ നിന്നുള്ള കമ്പനി അലോയ്സ് ആകുമ്പോൾ നമുക്ക് സിംഗിൾ പീസായിട്ടും ഈസിലി വാങ്ങാനായിട്ട് പറ്റും. ഇതിന് കോസ്റ്റ് വന്നത് 4 അലോയ്സിനും കൂടി ഏകദേശം 45,000 രൂപയാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്. ഇതിപ്പോൾ 215 60 or 17 ആണ് സൈസ് വരുന്നത്. അതായത് 17 ഇഞ്ച് ആണ്. അപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഒരു ടോപ്പ് എൻഡ് വരെ അല്ലെങ്കിൽ സീറ്റ വേരിയൻ്റ് വരെ നിങ്ങൾക്ക് അലോയ്സ് ആണെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഇപ്പോൾ സീറ്റ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീറ്റ വേരിയൻറ്റിൽ നമുക്ക് ഹെഡ്ലൈറ്റ് LED ആണ് വരുന്നത്. ഈ ഒരു പോർഷൻ ഒരു ബ്രഷ്ഡ് ഒരു കോട്ടിങ്ങും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇതും നമുക്ക് ഇതിനകത്തൊരു കോട്ടിങ് ഒട്ടിച്ച രീതിയിലുള്ള ഒരു ഫീലാണ് ലഭിക്കുക. പിന്നെ ഈ വശങ്ങളിൽ കാണുന്ന ക്ലാഡിംഗ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ ഞാനത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒഴിവാക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എന്തെങ്കിലും സ്ക്രാച്ച് സംഭവങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. ഇതാകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ചീപ്പറാണ്, നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സീറ്റ വേരിയൻ്റ് മാറ്റാനുള്ള ഒരു റീസൺ എക്സ്റ്റീരിയറിൽ നിന്ന്. പിന്നെ സീറ്റ വേരിയൻറ്റിൽ കിട്ടുന്ന അലോയ്സ് ആണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് അലോയ്സ് ആണ്. അത് ഒട്ടും ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് അലോയ്സ് അല്ല. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് സീറ്റ വേരിയൻ്റ് മാറ്റി ഈ ഒരു വേരിയൻ്റ് എടുക്കാനുള്ള റീസൺ. പിന്നെ അകത്തും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നൊരു ഡിഫറൻസ് ബാക്കിൽ വൈപ്പറാണ്. അതിപ്പോൾ ആവശ്യമുള്ളവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്ര യൂസ് ഉള്ളൊരു സംഭവമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. പിന്നെ ചെയ്തിരിക്കുന്നത് റെയിൻ ഗാർഡാണ്. ഞാനിവിടെ ഒരു ക്രോം ഫിനിഷുള്ള റെയിൻ ഗാർഡ് ഒഴിവാക്കിയിട്ട് ഫുൾ ബ്ലാക്ക് ചെയ്തു. കാര്യം ഞാൻ വണ്ടി ഒന്ന് ഫുൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ആ പ്ലാൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇതിനിപ്പോൾ 1,700 രൂപയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും എക്സ്റ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ കൂൾ ഫിലിമാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ് ആയിട്ടുള്ള ഒരു കൂൾ ഫിലിമാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 15,000 രൂപ അടുത്ത് കോസ്റ്റ് വന്നു. നാനോ സെറാമിക്കിൻ്റെ വശങ്ങളിൽ 50% വിസിബിലിറ്റിയും ഫ്രണ്ട് ഗ്ലാസ്സിൽ 70% വിസിബിലിറ്റി ഉള്ള കൂൾ ഫിലിമാണ് ചെയ്തിരിക്കുന്നത്. ഈ കൂൾ ഫിലിം ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വാഹനത്തിൽ കൂൾ ഫിലിം മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ആക്സസറീസും ഷോറൂമിൽ നിന്ന് ചെയ്തതാണ്. ഇപ്പം ഞാൻ കൂൾ ഫിലിം ചെയ്ത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. അവരുടെ അടുത്ത് 2,500 താഴെ 1,400 തൊട്ടുള്ള കൂൾ ഫിലിംസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ 50% വിസിബിലിറ്റി. ഇതാണ് ഇപ്പോൾ നോർമൽ വിസിബിലിറ്റി. ഈ ഗ്ലാസ്സിൽ കൂടെയുള്ള വിസിബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് നോർമൽ വിസിബിലിറ്റി, ഗ്ലാസ്സിനകത്തേക്കുള്ള വിസിബിലിറ്റി കാണുന്നതാണ്. വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. നൈറ്റിലൊക്കെ ഓടിക്കാൻ ഭയങ്കര സേഫാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടിയ ഇത് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ എപ്പോഴും കൂളായിട്ട് നിൽക്കും. ഞാൻ നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാലും എനിക്ക് ഇൻറ്റീരിയറിൽ അത്യാവശ്യം കൂളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്.
ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ സീറ്റ വേരിയൻ്റുള്ള ഡിഫറൻസ് വൈപ്പറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമാണ്, മറ്റെല്ലാം സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഇത് ഞാൻ സ്റ്റിക്കർ ബ്ലാക്ക് അടിച്ചിരുന്നു, പിന്നെ ഞാനത് പൊളിച്ച് കളയാണ് ചെയ്തത്. വേറെ യാതൊരു മാറ്റവും വരുന്നില്ല. ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ പോർഷനും ഒരു ബ്രഷ്ഡ് അല്ലെങ്കിൽ ഇതൊരു കൂളിംഗ് ഒട്ടിച്ച രീതിയിലുള്ള ഒരു ലുക്കിലാണ് നമ്മുടെ സീറ്റ വേരിയൻറ്റിൽ വരിക. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കിട്ടും. ഇതിനകത്ത് മാറ്റ് ബ്ലാക്കാണ്, ഇത് ആ നോർമൽ ഫിനിഷിലാണ് ലഭിക്കുന്നത്. ഇതാണ് ഒരു ഡിഫറൻസ്. ബാക്കി എല്ലാ ലുക്കും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 3D മാറ്റാണ്. അത് ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. ഏകദേശം വന്നിരിക്കുന്ന കോസ്റ്റ് 3000 രൂപ താഴെ എങ്ങാണ്ടാണ് അതിന് വന്നിരിക്കുന്ന ഒരു കോസ്റ്റ്. സീറ്റ വേരിയൻറ്റിലേക്ക് വന്നാൽ ഈ ഒരു പോർഷൻസിലൊക്കെ നമുക്ക് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലെതർ ഫിനിഷ് വരും. ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സും ഇവിടെ ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലെതർ ഫിനിഷാണ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലും സെൻട്രൽ പോർഷനിലും ലഭിക്കും. അത് ഫുൾ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു സ്റ്റൈലിംഗ് കിറ്റിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ ഈ ഒരു പോർഷൻസ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. ഈ സെൻറ്റർ പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു സിൽവർ ഫിനിഷ് നമുക്കൊരു ബ്രോൺസ് കളറിലേക്ക് ചേഞ്ച് ആവും. അതാണ് മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് പറ്റുക. പിന്നെ വരുന്നൊരു ഡിഫറൻസ് ഈ ഒരു സ്ക്രീനാണ്. ഈ വാഹനത്തിൽ ഇപ്പോൾ ഇതൊരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സീറ്റ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അത് 9 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ട് അപ്ഗ്രേഡ് ആവും. പക്ഷേ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആണ്. ഈ വേരിയന്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ സീറ്റ വേരിയന്റ് നോക്കിയിരുന്നു. അതിനകത്ത് മ്യൂസിക് സിസ്റ്റം പ്ലേ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അതിനകത്ത് 2 ട്യൂട്ടേഴ്സ് അഡീഷണലി വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി മ്യൂസിക് ക്ലാരിറ്റി ലഭിക്കുന്നത് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സീറ്റ വേരിയന്റിൽ ചെറിയൊരു പതർച്ച പോലെയുള്ള ഒരു സൗണ്ടാണ് എനിക്ക് ശരിക്കും ലഭിച്ചത്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കോമൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെഹിക്കിൾ അലേർട്ടിൽ എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഇതിനകത്ത് റേഞ്ച് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. നാവിഗേഷൻ കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. ഇപ്പോൾ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓൺ ചെയ്താലാണ് നമുക്ക് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് റേഞ്ച് കാര്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇതിനകത്തുനിന്നും ലഭിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും തന്നെ വരുന്നില്ല. ഓൺലി ആ സൈസിൽ വരുന്നൊരു ഡിഫറൻസ് മാത്രമാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് നമ്മൾ സീറ്റ വേരിയന്റ് വാങ്ങുന്നത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ പിന്നെ സീറ്റ വേരിയന്റിലേക്ക് പോകേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ അഡീഷണലി ചെയ്തത് ഈ ഒരു കീ ഫോബാണ്. ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു 200 രൂപ തൊട്ട് ഈ ഒരു മെറ്റീരിയലിലുള്ള സംഭവം അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റിന് 1200 രൂപ മിന്ത്രയിലും ആമസോണിൽ 1000 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നത്. പക്ഷേ അതിനകത്ത് ഈ ഒരു വൈറ്റ് പോർഷൻസ് ഒക്കെ നമ്മൾ നൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറിൽ നമുക്ക് ഇലുമിനേറ്റഡ് ആവും. ഇവിടെ ആ ഒരു ഇലുമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ നൈറ്റൊക്കെ എവിടെയെങ്കിലും കീ മറന്നു നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത്. ഗ്രാൻഡ് വിറ്റാരയുടെ 2026 ജനുവരി മന്തിലെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് 12,55,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ സിമിലർ വേരിയന്റ് ആണ് ഡെൽറ്റ, ഈ വേരിയന്റിൽ കാണുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഡെൽറ്റ വേരിയന്റ് തൊട്ടേ ലഭിക്കും. ഡെൽറ്റ മാനുവലിന് 14,10,000 രൂപ, ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15,70,000 രൂപ. ഇനി ഡെൽറ്റ പ്ലസ് ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ 19,60,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. എനിക്ക് കിട്ടിയത് 17 സംതിങ്ങിനാണ്. അപ്പോൾ ഞാനെടുത്ത പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ അടുത്ത് ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ കൂടുതലാണ്. ഇനി സീറ്റ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റിന് സീറ്റ പറയാം. സീറ്റ മാനുവൽ 16 ലക്ഷം രൂപയ്ക്കും സീറ്റ ഓട്ടോമാറ്റിക് 17,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സീറ്റ ഹൈബ്രിഡ് ആണെങ്കിൽ 21,10,000 രൂപ. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയാം. എനിക്ക് ഈ വാഹനത്തിന് കിട്ടുന്ന മൈലേജ് അറ്റ് പ്രസൻറ്റ് 23-24 ആവറേജ് മൈലേജ് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് വരെ ഒന്ന് പോയിരുന്നു. അപ്പോൾ എനിക്ക് 29 പോയിന്റ് സംതിങ് ഒക്കെ ഇതിനകത്ത് മൈലേജ് കാണിച്ചിരുന്നു. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിൽ നിങ്ങൾ മൈലേജ് ഉള്ള ഒരു വാഹനമാണ് നോക്കുന്നത്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 18 ലക്ഷം രൂപ റേഞ്ച് ആണെങ്കിൽ ഈ ഹൈബ്രിഡ് വേരിയന്റ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ സീറ്റ ഓട്ടോമാറ്റിക് എടുക്കുന്ന പ്രൈസിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡ് കിട്ടും. അതെന്താണ് നിങ്ങളൊരു പക്കാ ഡീൽ തന്നെയാണ്. എനിക്ക് മൊത്തം ഏകദേശം 3 ലക്ഷം രൂപ കൂടുതൽ ഓഫർ ലഭിച്ചിരുന്നു ഈ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതങ്ങനെ വല്ലപ്പോഴും ഇയർ എൻഡ് ഓഫറിലും ഓണോ സമയത്തൊക്കെ മാത്രം വരുന്ന ഒരു ഓഫറാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വീഡിയോയിൽ പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് വിക്ടോറിയസ് നോക്കില്ല എന്നുള്ളത്. അതിൻ്റെ വൺ ആൻഡ് ഓൺലി റീസൺ, എനിക്ക് ആ വാഹനത്തിൻ്റെ ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ട് ലുക്ക്, ബാക്ക് ലുക്കും ഓക്കെ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ടോപ്പ് എൻഡിലേക്ക് പോകണം. ഈ ഒരു പ്രൈസിന് നിൽക്കുന്ന വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ VXi ഹൈബ്രിഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സാണ് ലഭിക്കുന്നത്. അതിന് ഏകദേശം 19.5 ലക്ഷം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത്. ആ ഒരു ബഡ്ജറ്റിന് നോക്കുമ്പോൾ
എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിക്ടോറിയസ് മാറ്റി നിർത്തി ഗ്രാൻഡ് വിറ്റാര തന്നെ ചൂസ് ചെയ്തത്. ശരിയാണ്, വിക്ടോറിയസ് പുതിയൊരു വാഹനമാണ്, പക്ഷേ എന്തുകൊണ്ടോ സ്റ്റിൽ ഐ ലൈക്ക് ഗ്രാൻഡ് വിറ്റാര. അപ്പോൾ അതുകൊണ്ടാണ് വിക്ടോറിയസ് മാറ്റിയത്. ഇപ്പോൾ വിക്ടോറിയസ് എന്തുകൊണ്ട് മാറ്റി, എന്തുകൊണ്ട് സീറ്റ വേരിയൻ്റ് എടുത്തില്ല? സീറ്റ വേരിയൻ്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാൻസി ഫീച്ചേഴ്സാണ് വരുന്നത്. അതെനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ടത് മൈലേജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സീറ്റ ഓട്ടോമാറ്റിക് കിട്ടുന്ന പ്രൈസിന് എനിക്ക് ഈ വാഹനം കിട്ടിയപ്പോൾ ഞാൻ ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡ് എടുത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആക്സസറീസ് മാക്സിമം ഇലക്ട്രോണിക് പരമായ ആക്സസറീസ് നിങ്ങൾ പുതിയ വാഹനം എടുക്കുമ്പോൾ ഷോറൂമിൽ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം വാഹനത്തിൽ ഇപ്പോൾ 6 കൊല്ലത്തെ വാറണ്ടി ഒക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷോറൂമുകാർ ചാടി പറയാൻ പോകുന്ന നിങ്ങൾ ആ സാധനം പുറത്തുനിന്ന് ചെയ്തുകൊണ്ടാണ് വാറണ്ടി കട്ടായെന്നായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഷോറൂമിൽ ചെയ്യുക, അല്ലാത്ത ആക്സസറീസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫോർ മോർ ഇൻഫോ മാരുതി റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.